നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് ശരിയാ, ഇങ്ങനൊരു ധർണ നടത്തുന്നതിന് മുമ്പ് സംസാരിക്കാമായിരുന്നു. എത്രയോ വട്ടം സംസാരിച്ചു, നടക്കാതിരുന്നതുകൊണ്ട് ഈ അറ്റകൈ പ്രയോഗത്തിന് ഇറങ്ങിയത്. ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാ. എന്റെ വാർഡിലെ ഒരു പ്രധാനപ്പെട്ട വീടായത്. ഇവിടെ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകുന്നതിന്റെ നാണക്കേട് എനിക്കും കൂടിയാ. അതുകൊണ്ടാ സിദ്ധാർത്ഥം വന്ന് വിളിച്ചപ്പോ തന്നെ ഞാൻ ഓടി വന്നത്. ഇനി ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവരുത്. ആ ഉറപ്പ് ചന്ദ്രലേഖ എനിക്ക് തരണം. എന്നെ അമിതമായിട്ട് നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിയന്ത്രിക്കേണ്ട പ്രവർത്തികൾ നീ ചെയ്താൽ ഇനി നിയന്ത്രിക്കും. വഴക്ക് വേണ്ട. തൽക്കാലം ധർണ ഇവിടെ അവസാനിപ്പിക്കാം. അഡ്വക്കേറ്റ് ചന്ദ്രലേഖയ്ക്ക് നാളെ മുതൽ ജോലിക്ക് പോവാം. അതാരും തടയില്ല എന്ന് കരുതി തോന്നിയതുപോലെ ജീവിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല അത്. പരസ്പരം സഹകരിച്ചു പോയാ എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ നഷ്ടം അവരവർക്ക് തന്നെ. അത് മനസ്സിലാക്കിയ എല്ലാവർക്കും കൊള്ളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ സിദ്ധാർത്ഥ. നിങ്ങൾ വാ. അമ്മേ, അമ്മ ഇറങ്ങുന്നില്ലേ? ജോത്സ്യനെ കാണാൻ പോണ്ട്. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പോവാന്ന് കരുതി. അതൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടായിക്കോളും. ഇപ്പോഴും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ വേണമെന്ന് പറയുന്നത് അത് എവിടുത്തെ ന്യായോ? വേണമെന്നുള്ളവരെ സ്വയം ഉണ്ടാക്കട്ടെ. അമ്മ എല്ലാത്തിനും വളമിച്ചു കൊടുക്കുന്നത്. അത് ശരിയാ. ദേവികയ്ക്ക് വേണമെങ്കിൽ അവൾ ഉണ്ടാക്കട്ടെ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ. എന്തിനു ടെൻഷൻ? വേറൊന്നുമല്ല, ജോത്സ്യന്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്. കല്യാണമേ ഈ അടുത്തെങ്ങും നടത്തരുതെങ്ങാനും ജോത്സ്യം പറഞ്ഞ പെട്ടില്ലേ? അങ്ങനെയൊന്നും പറയില്ല. ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിനുള്ള പരിഹാരം കൂടി നമ്മൾ എഴുതി വാങ്ങും. ആവശ്യമില്ലാത്ത ചർച്ചകളൊന്നും നടത്തണ്ട. ഒരു തടസ്സം ഉണ്ടാവില്ല, അതുറപ്പാ. എന്റെ മനസ്സ് അങ്ങനെ തന്നെയാ പറയുന്നത്. ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ കുറിച്ചു തരാനാ സാധ്യത. വേണമെങ്കിൽ മുത്തശ്ശി കൂടെ വന്നു. അത് വേണ്ട, 3 നാളായിട്ട് പോവണ്ട. നിങ്ങൾ പോയാൽ മതി. ഞാൻ വന്നു എന്ന് കരുതി ഗ്രഹനിലയൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. നാളും പേരും പറഞ്ഞ് പ്രശ്നം വെച്ച് നോക്കണം, എങ്കിലേ എനിക്ക് സമാധാനാവും. നോക്കാമേ, എന്ത് വേണേലും നമുക്ക് നോക്കാമല്ലോ. ഈ ജോത്സ്യൻ കൊള്ളാവുന്ന ജോത്സ്യനാണല്ലോ അല്ലേ? എന്താ സംശയം? പറഞ്ഞ അച്ചട്ടാ. അമ്മയ്ക്ക് ഓർമ്മയില്ലേ സുധിയുടെ കാര്യത്തില് പറഞ്ഞത്? കല്യാണം ഉടനെയൊന്നും വേണ്ടെന്ന് ജോത്സ്യൻ നിർദ്ദേശിച്ചതാ. ഞാനാ കേൾക്കാതിരുന്നത്. പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തിയിട്ട് കെട്ടിക്കോളാന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്തായി? കല്യാണ തിരക്കിനിടയില് പരിഹാരം നടത്താൻ മറന്നുപോയി. പാവം എന്റെ കുട്ടി അനുഭവിച്ചത് കണ്ടില്ലേ? ഏയ്, നിത്യയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പാർവതി. ഇത്തവണ സർവഗ്രഹങ്ങളും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അങ്ങനെ ആയാ മതിയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. നീ ജയിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. നീ എത്ര വലിയ ധർണ നടത്തിയാലും ഈ വീട്ടിലെ മരുമോളായിട്ട് നിന്നെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ധർണ മാത്രമല്ല, പലതും എന്റെ കയ്യിലുണ്ട്. അതൊന്നും എന്നെ കൊണ്ട് പുറത്തെടുപ്പിക്കാതിരുന്ന നിങ്ങൾക്ക് കൊള്ളാം. സത്യത്തിലെ നീ കാണിച്ചത് മണ്ടത്തരം. ഈ സംഭവത്തോടെ അച്ഛൻ പോലും നിന്നെ വെറുത്തു. അച്ഛന്റെ ഉള്ളിൽ നിന്നോട് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നതാ. ഈ സംഭവത്തോടെ അതും പോയി കിട്ടി.
ജീവിതകാലം മുഴുവനും ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷേ ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് പരമാവധി ഞാൻ ഫൈറ്റ് ചെയ്യും. അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്നെ ജയിക്കാൻ പറ്റില്ല. ഞങ്ങളെ തോപ്പിച്ചിട്ട് നീ എന്ത് നേടാനാ പോകുന്നത്?